നട്ടക്കശവി ഒരു ചവിട്ടങ്ങോട്ട് വന്നോണ്ട്. അയ്യോ കടിക്കും, ഒന്നിങ്ങോട്ട് വിളിക്കാം. താങ്ക് യു. നിങ്ങൾ ആരാ? ഞാൻ സാറിന്റെ ഓഫീസിലെ ക്ലാർക്കാ. വാട്ട് ഈസ് ദിസ്? 2 കൊറിയേഷൻ നായ്ക്കളാ മാഡം. കൊറിയേഷനോ? അതെ, എന്റെ കസിൻ കൊറിയയിൽ നിന്ന് അയച്ചു തന്നതാ. വലിയ വില പിടിച്ച ഇനമാ. ഇവിടെയൊന്നും അന്വേഷിച്ചാൽ കിട്ടില്ല. 100-100 പവൻ വിലയുള്ള സാധനമാ. 100 പവനോ? ഇതിനോ? അയ്യോ, ഇപ്പോഴിങ്ങനെ ഇരിക്കുന്നത് കണക്കാക്കണ്ട. യാത്രാക്ഷീണം കൊണ്ടാ. പ്ലെയിനിൽ യാത്ര ചെയ്ത് വന്നതല്ലേ. 6 മാസം മുട്ടയും സൂപ്പും ഒക്കെ കൊടുത്താൽ യവന്മാരൊന്നും മിനുങ്ങും. മാഡം ഇത് സ്വീകരിക്കണം. ഞാൻ പ്രസന്റ് ആയി കൊണ്ടുവന്നത്. ഇന്ന് മുതൽ ഇതാണ് നിങ്ങളുടെ വീട്. ചേച്ചിയാണ് നിങ്ങളുടെ മമ്മി. ഇനി ആ കൊറിയയുടെ കാര്യമൊക്കെ മറന്ന് നമുക്ക് ഇന്ത്യക്കാരായി ജീവിക്കണം. മലയാളം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ അന്യരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന വകയൊന്നുമല്ല. പിന്നെ ചേച്ചി ആയതുകൊണ്ടാ. ഞാൻ ചെറിയൊരു റിക്വസ്റ്റുമായി വന്നിരിക്കുകയാണ്. പക്ഷേ അതിനുവേണ്ടിയാണ് ഞാൻ ഈ കൊറിയേഷൻ ഡോഗ്സിനെ കൊണ്ടുവന്നതെന്ന് വിചാരിക്കരുത്. എന്താ കാര്യം? എന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. സാറിനോട് പറഞ്ഞ് ആ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് ഒരു 5000 രൂപ ലോണായിട്ട് വാങ്ങിച്ചു തരും. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ? ഞാനൊന്ന് പറഞ്ഞു നോക്കാം. എന്ന് പറഞ്ഞാ പോരാ, മാഡം എങ്ങനെയെങ്കിലും അത് സാധിച്ചു തരണം. നോക്കട്ടെ. നിങ്ങൾ ഇരിക്കൂ. മാഡം, ഇവരെ എയർ കണ്ടീഷൻ മുറിയിലാക്കണം. അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. ഗുഡ് ഈവനിങ് സാർ. താനെന്തിനൂടെ വന്നു? അല്ല, നമ്മുടെ കൊറിയേഷൻ സ്പെഷ്യൽ കൊറിയേഷൻ നായ്ക്കൾ 1-2 കൈ വന്നു. അവയെ കണ്ടപ്പോ എനിക്ക് സാറിന്റെ ഓർമ്മ വന്നു. നായ കണ്ടപ്പോഴാണോ എന്നെ ഓർമ്മ വന്നത്? അയ്യോ, അതല്ല സർ. എന്താ ഈ പറയുന്നത്? ഇവിടെ കിട്ടാൻ പ്രയാസമുള്ള നായ്ക്കുട്ടികളെ കണ്ടപ്പോ അത് ചേച്ചിക്കിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഡാർലിംഗ്, ഇയാൾക്ക് പ്രോവിഡന്റ് ഫണ്ടിന് ആവശ്യമുള്ള തുക കൊടുക്കണം. എന്തിന്? എന്റെ വിവാഹം നിശ്ചയിച്ചു. അപ്പൊ നായ്ക്കുട്ടികൾക്ക് തിന്നാൻ എന്താ കൊടുക്കേണ്ടത്? മുട്ട, പാല്, സൂപ്പ് മാറി മാറി കൊടുക്കാം. ഇപ്പൊ മുട്ട കൊടുക്കാല്ലേ? ഓ സാറിന്റെ ലോണിന്റെ കാര്യം ഡീറ്റെയിൽസ് പറയൂ. പെണ്ണേതാ? സാർ അറിയില്ല. നാട്ടില. പേര്? പേര് ദമയന്തി. വയസ്സ്? 21. നിറം? ഈ കൊന്നപ്പൂ കണ്ടിട്ടില്ല, അത് തന്നെ. മുടിയാണെങ്കിൽ കണങ്കാല് വരെ. പിന്നെ കണ്ണും കവളും ഒക്കെ. ഞാൻ എന്താ പറയാ. ഇരിക്കൂ. അപ്പൊ താൻ അവളെ വിവാഹം കഴിക്കും? പഠിച്ചിട്ടുണ്ടോ? BA വരെ. വിവാഹം കഴിഞ്ഞ് കഷ്ടപ്പെടരുത്. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. നമ്മുടെ ഓഫീസിൽ അവൾക്ക് തക്കതായൊരു ജോലി ഞാൻ കൊടുക്കാം. താങ്ക് യു. തനിക്ക് ഞാൻ ഉദ്യോഗക്കയറ്റം തരും. ബോംബെയിലെ നമ്മുടെ ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഞാൻ പറയട്ടെ. പിന്നെ കുട്ടിയുടെ ഫോട്ടോ ഇരിപ്പുണ്ടോ കയ്യില്? ഒന്ന് കണ്ടാ വേണ്ടില്ലായിരുന്നു. നാളെ ഓഫീസിൽ വരുമ്പോ ഒന്ന് കൊണ്ടുവരുമോ? ഡാർലിംഗ്, ഈ നായ്ക്കുട്ടികൾ മുട്ട കഴിക്കുന്നില്ല. ഒന്നിങ്ങോട്ട് വരൂ.